ഹായ് ഹലോ വെൽക്കം ടു ദ ചാനൽ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ പലപ്പോഴും പലർക്കും ഡൗട്ടുള്ള ഒരു മേഖലയാണ് ഈ ക്വസ്റ്റ്യൻ ഫോർമേഷൻ. അതിൽ തന്നെ ഈ ആർ യു എവിടെ ഉപയോഗിക്കേണ്ടത്, ഡു യു എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും ഇപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ ആർ യു എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എന്നുള്ളത് ഇന്ന് പഠിക്കാം. അപ്പോൾ ആർ യു ഉപയോഗിക്കേണ്ട ഫസ്റ്റ് സിറ്റുവേഷൻ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് പറയാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ആർ യു ഈറ്റിംഗ് ഫിഷ്? നിങ്ങൾ മീൻ കഴിക്കുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ആണ്. നിങ്ങളിപ്പോൾ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആർ യു ഉപയോഗിക്കാം. ആർ യു വർക്കിംഗ് ഓൺ ദ പ്രൊജക്ട് നൗ? പ്രൊജക്റ്റിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫ്രണ്ടിൽ ആർ യു ആണ് ഉപയോഗിക്കുക. ആർ യു സ്റ്റഡിയിങ്? നീ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? വീണ്ടും ഒരു സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. ആർ യു സ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ് അസൈൻമെന്റ്? നീ ഇപ്പോഴും ആ അസൈൻമെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? വീണ്ടും അവിടെ സ്റ്റാറ്റസും പുരോഗതിയും വരുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉൾപ്പെടുത്താം. അടുത്തത്, നമ്മളൊരു ഐഡന്റിറ്റി പറയുന്ന സമയത്ത്, ഇപ്പോൾ ആർ യു കേരളൈറ്റ്, അല്ലെങ്കിൽ ആർ യു ആൻ ഇന്ത്യൻ, ഓർ ആർ യു ആൻ അമേരിക്കൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആർ യു ഉപയോഗിക്കാം. അത് എക്സാമ്പിൾ, ആർ യു ആൻ ഇന്ത്യൻ? നിങ്ങൾ ഒരു ഇന്ത്യൻ ആണോ? അല്ലെങ്കിൽ ആർ യു ബുദ്ധിസ്റ്റ്? ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വിശ്വാസമാണ്, അത് നമ്മളുടെ ഒരു ഐഡന്റിറ്റിയാണ്. അപ്പോൾ ആർ യു ഹിന്ദു, ആർ യു മുസ്ലിം അങ്ങനെ നമുക്ക് ചോദിക്കാം. ആർ യു ഏത്തിസ്റ്റ് അങ്ങനെ നമുക്ക് ചോദിക്കാം. സോ ഐഡന്റിറ്റി പറയുന്ന മേഖലകളിലും അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴും നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത്, കോംപ്രിഹെൻഷൻ. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് ലെസൺ? നിങ്ങൾ പാഠം മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുന്നിടത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു ഫോളോയിങ് ദ ഇൻസ്ട്രക്ഷൻ? നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആർ യു ഉപയോഗിക്കാം. അടുത്തത്, ഫീലിങ്സ് അല്ലെങ്കിൽ റിയാക്ഷൻസ്. എക്സാമ്പിൾ, ആർ യു ഹാപ്പി? നമ്മളുടെ ഏതെങ്കിലും ഒരു ഫീലിംഗ്, ആർ യു ഹാപ്പി, ആർ യു സാഡ്, ആർ യു ഡിപ്രസ്ഡ്, അങ്ങനത്തെ ഏതെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു ഹാപ്പി? നീ സന്തോഷവാനാണോ? അടുത്ത എക്സാമ്പിൾ, ആർ യു വെറീഡ് എക്സൈറ്റഡ് അബൌട്ട് ദ എക്സാം? നീ എക്സാമിനെ കുറിച്ചിട്ട് വെറീഡ് ആണോ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആണോ? നമ്മളൊരു ഫീലിംഗ് ആണ് ചോദിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത സിറ്റുവേഷൻ വരുന്നത് കേപ്പബിലിറ്റി ആണ്. ആർ യു ഏബിൾ ടു ലിഫ്റ്റ് ദ ബോക്സ്? നിനക്ക് ആ ബോക്സ് പൊക്കാനുള്ള ആവതുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നീ അതിനുള്ള കേപ്പബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആർ യു കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ദിസ് പ്രൊജക്ട്? ഈ പ്രൊജക്ട് ചെയ്യാൻ നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? നിനക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അങ്ങനത്തെ കേപ്പബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിനക്ക് അതിനുള്ള ഒരു എന്താ പറയുന്നത്, ത്രാണി ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് വെയിറ്റ് പൊക്കാനുള്ള ആരോഗ്യം ഉണ്ടോ, നിനക്കത് ചെയ്ത് തീർക്കാനുള്ള ഒരു ഇതുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത്, പ്രിഫറൻസസ് പറയാൻ വേണ്ടി, പ്രിഫറൻസസിന്റെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആർ യു മോർ ഓഫ് എ മോർണിംഗ് പേഴ്സൺ? നമ്മുടെ ഒരു പ്രിഫറൻസ് ആണ്, മോർണിംഗ് എഴുന്നേക്കണോ, ലൈക്ക് മോർണിംഗ് നേരത്തെ എഴുന്നേക്കണോ, നൈറ്റ് ലേറ്റ് ആയിട്ട് ഉറങ്ങണോ, അതൊക്കെ നമ്മുടെ പ്രിഫറൻസ് ആണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നീ രാവിലെ നേരത്തെ എഴുന്നേക്കുന്ന ഒരാളാണോ? അത് എൻ്റെ പ്രിഫറൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നീ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണോ, നിനക്ക് അതാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു മോർ ഓഫ് എ മോർണിംഗ് പേഴ്സൺ? നിങ്ങൾ കൂടുതലും രാവിലെ എഴുന്നേക്കുന്ന അല്ലെങ്കിൽ രാവിലെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ആർ യു മോർ ഓഫ് എ നൈറ്റ് ഔട്ട് പേഴ്സൺ എന്ന് നമുക്ക് ചോദിക്കാം. നൈറ്റ് ഔട്ട് എന്ന് വെച്ചാൽ രാത്രി നേരം വൈകിയിരിക്കുന്ന ആളെന്നാണ് അർത്ഥം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രിഫറൻസസ് വരുന്നത് നോക്കാം. ഓക്കെ. അടുത്തത്, ആർ യു എ ഫാൻ ഓഫ് സ്പൈസി ഫുഡ്? നിങ്ങൾക്ക് എരിവുള്ള ഭക്ഷണമാണോ ഇഷ്ടം? അതും ഒരാളുടെ പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. എരിവുള്ള ഭക്ഷണം ഇഷ്ടമുള്ളവരുണ്ട്, മധുരമുള്ള ഭക്ഷണം ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ പലതരം ഇഷ്ടമുള്ളവരുണ്ട്. അപ്പൊ നമ്മളുടെ പ്രിഫറൻസ് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു കേസ് വരുന്നത് ലൊക്കേഷൻ ആണ്. നമ്മൾ എവിടെയാണ്, കറന്റ്ലി നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് ചോദിക്കാൻ. ആർ യു അറ്റ് ഹോം? നീ ഇപ്പൊ വീട്ടിലാണോ, അല്ലെങ്കിൽ നീ ഇപ്പൊ ഓഫീസിലാണോ, നീ ഇപ്പൊ ഇന്ത്യയിലുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ്, നീ ഇപ്പൊ സ്കൂളിലാണോ, കോളേജിലാണോ, ഓഫീസിലാണോ, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ കറന്റ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കാൻ സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ കാണാം. ആർ യു അറ്റ് ഹോം, ആർ യു അറ്റ് ഓഫീസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലാണോ ഓഫീസിലാണോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത്, പെർമിഷൻ. ആർ യു അലൗഡ് ടു സ്റ്റേ ഔട്ട് ലേറ്റ്? നമ്മളൊരു പെർമിഷന്റെ കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് വരാണ്. നിന്നെ വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാൻ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
അതായത് വൈകിട്ട് പുറത്ത് നിൽക്കാൻ നിങ്ങൾക്ക് അനുമതി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു പെർമിറ്റഡ് ടു ആക്സസ് ദിസ് ഏരിയ? ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അവിടെ ഇന്ന ആൾക്കാർക്ക് മാത്രമേ പ്രവേശിക്കാറുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളവിടെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഏരിയയിൽ വരാനുള്ള അനുവാദം ഉണ്ടോ? അപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആ പെർമിഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള അനുവാദം ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷനിലും നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു സിറ്റുവേഷൻ വരുന്നത് വെദറിന്റെ ആണ്. എന്താ വെച്ചാൽ ആർ യു പ്രിപ്പയർഡ് ഫോർ ദ സ്റ്റോം? കൊടുങ്കാറ്റിനെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? പെട്ടെന്ന് വരുന്ന എന്താ പറയുക, ഇപ്പൊ പ്രളയം വന്നു അല്ലെങ്കിൽ സുനാമി വന്നു, പെട്ടെന്ന് ഒരു വെതർ ചേഞ്ച് വരികയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ പ്രിപ്പയർഡ് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വെതറിന്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പെർമിഷന്റെ കാര്യം പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ വെതറിന്റെ കാര്യത്തിലും നമുക്ക് അതേപോലെ ആർ യു ഉപയോഗിക്കാം. ആർ യു എൻജോയിങ് ദ സണ്ണി വെതർ? ഈ ചൂടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഈ ചൂടുള്ള അന്തരീക്ഷം നീ എൻജോയ് ചെയ്യുന്നുണ്ടോ? വെതറിന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുമ്പോഴും നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ഇന്റൻഷൻസ് ആൻഡ് പ്ലാനിങ്, അല്ലെങ്കിൽ ഉദ്ദേശങ്ങളും, നമ്മളിപ്പോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണ്, ആസൂത്രണം ചെയ്യണം, അങ്ങനത്തെ കേസിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആർ യു ഗോയിങ് ടു ദ മീറ്റിംഗ്? നിങ്ങൾ മീറ്റിംഗിൽ പോകുന്നുണ്ടോ? അതായത് നമ്മൾ പ്ലാൻ ചെയ്യാണ്, അതൊരു ഇന്റൻഷൻ ആണ്, നമുക്ക് മീറ്റിംഗിൽ പോകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആർ യുടെ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആർ യു പ്ലാനിങ് എ ട്രിപ്പ് ടു പാരീസ് ദിസ് ഇയർ? ഈ വർഷം നിങ്ങൾ പാരീസിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? വീണ്ടും ഒരു പ്ലാൻ ആണ്. ആ പ്ലാൻ പറയുന്ന സമയത്ത്, പ്ലാൻ എന്തായാലും നമ്മൾ ഫ്യൂച്ചറിലേക്കാണല്ലോ, പ്ലാൻ പറയുന്ന സമയത്ത് നമ്മൾ ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കും. അടുത്തത് നമ്മളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പറയാനായിട്ട്, ഇപ്പൊ ആർ യു മാരീഡ്, ആർ യു സിംഗിൾ, അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു മാരീഡ്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കാം. അഫിലിയേഷൻസ് ഓർ റിലേഷൻഷിപ്സ്, അതായത് എക്സാമ്പിൾ നമുക്ക് നോക്കുവാണെങ്കിൽ ആർ യു എ മെമ്പർ ഓഫ് ദ ക്ലബ്? നമ്മൾ ഈ ക്ലബിലെ ഒരു മെമ്പർ ആണോ? വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്, അത് അഫിലിയേറ്റഡ് ആണോ എന്നുള്ള ഒരു അർത്ഥം കൂടി വരുന്നുണ്ട്. ആർ യു ദ പേഴ്സൺ ഇൻ ചാർജ് ഹിയർ? നീയാണോ ഇവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള ആള്? ഒരു അഫിലിയേഷൻ ആണ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളിലും നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ആർ യു ഉപയോഗിക്കാം. അടുത്തൊരു കേസ് വരികയാണെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ്, മുൻപ് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന സമയത്ത്, എക്സാമ്പിൾ ആർ യു ഫെമിലിയർ വിത്ത് സോഫ്റ്റ്വെയർ? ഈ സോഫ്റ്റ്വെയർ നീ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് ഉപയോഗിച്ച് നിനക്ക് ശീലമുണ്ടോ? ഇത് നിനക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആർ യു ഉപയോഗിക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ആർ യു അവെയർ ഓഫ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? ഇപ്പോൾ വന്ന പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച് നീ അവെയർ ആണോ? പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നീ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് ഇത് അറിയോ എന്നുള്ള കേസസിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത നോക്കുവാണെങ്കിൽ ഓണർഷിപ്പ്, ഒരാളുടെ എന്താ പറയുന്നത്, ഉടമസ്ഥാവകാശം ചോദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ ആർ യു ദ ഓണർ ഓഫ് ദിസ് കാർ? നീയാണോ ഈ കാറിന്റെ ഓണർ? നീയാണോ ഈ കാർ മേടിച്ച ആള്? ഇതിന്റെ ഓണർ നീയാണോ? ഇതിന്റെ ഉത്തരവാദി അല്ലെങ്കിൽ ഉടമസ്ഥൻ നീയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു റെന്റിങ് ഓർ ഡു യു ഓൺ യുവർ ഹോം? നീ വാടക വീട്ടിലാണോ താമസിക്കുന്നത്, അതോ നിന്റെ സ്വന്തം തന്നെ വീടാണോ? സ്വന്തം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, നമ്മുടെ താല്പര്യം, അങ്ങനെയുള്ള കേസുകളിൽ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് ഹസ്? ഞങ്ങളോടൊപ്പം ചേരാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിനക്ക് താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവൾക്ക് താല്പര്യമുണ്ടോ? അവന് താല്പര്യമുണ്ടോ? അങ്ങനത്തെ കേസുകൾ, താല്പര്യങ്ങളുടെ കേസുകൾ വരുന്ന സമയത്തും നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത എക്സാമ്പിൾ ആർ യു ഫാൻ ഓഫ് ദിസ് ബാൻഡ്? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ BTS എന്ന് പറയുന്ന എന്താ പറയുന്ന ഒരു ബാൻഡിന്റെ ഫാൻ ആണോ നിങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആരാധന ആണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത നോക്കുവാണെങ്കിൽ ഹാബിറ്റ് ഓർ റുട്ടീൻ പറയുന്ന സമയത്ത് ആർ യു എക്സസൈസിങ് റെഗുലർലി? നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളാണോ? എക്സസൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു റുട്ടീന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ നീ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ഉപയോഗിക്കാം. ആർ യു റീഡിങ് എനി ബുക്സ് ലൈറ്റ്ലി? നിങ്ങൾ ഈയിടെയായിട്ട് ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ? വീണ്ടും ഒരു ഹാബിറ്റ് ആണ്. എന്തായാലും പുസ്തകങ്ങൾ ഒട്ടും വായിക്കാത്ത ആളോട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പോയി ചോദിക്കില്ല. ഒരു ഹാബിറ്റ് ഉള്ള ഒരാളാണ് നമുക്ക് അറിയുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചോദിക്കുക. അപ്പൊ നമുക്ക് ചോദിക്കാം ആർ യു റീഡിങ് എനി ബുക്സ് ലേറ്റ്ലി? അല്ലെങ്കിൽ ഇപ്പോൾ ആർ യു എക്സസൈസിങ് റെഗുലർലി? ഒരു ഹാബിറ്റ് ആണ് അല്ലെങ്കിൽ റുട്ടീൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. അടുത്തൊരു കേസ് വരുന്നത് ഒപ്പീനിയൻ ഓർ തോട്ട് ആണ്. ആർ യു തിങ്കിങ് ഓഫ് വാട്ട് ഐ ആം തിങ്കിങ്? ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ? നീ എന്താണ് ചിന്തിക്കുന്നതെന്നാണോ ഞാൻ എന്താണ് ചിന്തിക്കുന്നതാണോ നീ ചിന്തിക്കുന്നത്? അതായത് നിന്റെ ഒരു തോട്ട് പ്രോസസ്സിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെ കേസുകളിലും നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം.
ആർ യു ഓഫ് ദ സെയിം ഒപ്പീനിയൻ, നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണോ, നിന്റെ അഭിപ്രായം ഈ കാര്യത്തിനെ കുറിച്ച് സെയിം തന്നെയാണോ, നിനക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻസ് വരുന്ന സമയത്തും നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് നമ്മൾ ഹെൽത്തിന്റെ കാര്യം ചോദിക്കുവാണ്. അതായത് ആർ യു ഫീലിംഗ് ബെറ്റർ, നിനക്ക് ഇപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടോ, ഒരു സുഖം തോന്നുന്നുണ്ടോ, പനിയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കുന്ന സമയത്ത് ഹെൽത്തിനെ കുറിച്ച് കൺസേൺ ആവുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു എക്സാമ്പിൾ, ആർ യു റിക്കവറിംഗ് വെൽ, നിങ്ങൾ സുഖം പ്രാപിക്കുന്നുണ്ടോ, പനിയൊക്കെ ആയിരുന്നല്ലേ, നിങ്ങൾക്കിപ്പോൾ സുഖമാണോ, ഓക്കെ വരുന്നുണ്ടോ, പനിയൊക്കെ കുറവുണ്ടോ എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് വർക്ക്, ഒരു ജോലിയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് ആർ യു വർക്കിംഗ് ടുമോറോ, നീ നാളെ ജോലിക്ക് പോകുന്നുണ്ടോ, ജോലിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, നീ നാളെ അവിടെ പോകുന്നില്ലേ, നീ നാളെ ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു എക്സാമ്പിൾ, ആർ യു അറ്റൻഡിങ് ദ മീറ്റിംഗ്, മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു വർക്ക് തന്നെയാണല്ലോ, നീ മീറ്റിംഗിന് പോകുന്നുണ്ടല്ലോ അല്ലെ, പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു ജീവിത രീതിയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു ലിവിങ് ഇൻ ദ സിറ്റി, നീ ഈ സിറ്റിയിൽ തന്നെയാണോ ജീവിക്കുന്നത്, നിങ്ങൾ അവിടെ തന്നെയാണോ, നിങ്ങളുടെ ലൈഫ് അവിടെ തന്നെയാണോ സെറ്റിൽ ആയിരിക്കുന്നത് എന്ന് ചോദിക്കാം. അടുത്തൊരു എക്സാമ്പിൾ, ആർ യു വെജിറ്റേറിയൻ, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ, നോണൊന്നും കഴിക്കാത്ത പ്യുവർ വെജിറ്റേറിയൻ ആണോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് സോഷ്യൽ ഇവന്റ്സ്, സോഷ്യൽ ഇവന്റ്സിനെ കുറിച്ച് സംസാരിക്കും. എക്സാമ്പിൾ നമുക്ക് നോക്കാം, ആർ യു കമ്മിങ് ടു ദ പാർട്ടി, ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇവന്റിലേക്ക് നീ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഇന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഇന്ന് ക്ലബിലേക്ക് പോകുന്നുണ്ടോ, അങ്ങനെ ഒരു സോഷ്യൽ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇവന്റ്, നീ ആ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, പങ്കെടുക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ഇവന്റിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗേദറിംഗിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ടെക് യൂസേജ്, ആർ യു യൂസിങ് ദ ന്യൂ ആപ്പ്, ഒരു ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണ്. ഒരു പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തു, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പരിചയം ആയിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവത്തിൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ആ പുതിയ ആപ്പ് നീ കണ്ടോ, നീ അത് യൂസ് ചെയ്യുന്നുണ്ടോ, യൂസ് ചെയ്ത് തുടങ്ങിയോ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കൊരു ടെക്നിക്കൽ പരമായിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആർ യു ഉപയോഗിക്കാം. ആർ യു ഫെമിലിയർ വിത്ത് ദിസ് ലാപ്ടോപ്പ്, ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് ശരിക്കും കൈകാര്യം ചെയ്യാൻ അറിയോ, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് മുൻപരിചയം ഉണ്ടോ, അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് മുമ്പ് പരിചിതമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, കാരണം എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ഹോബീസ്, ആർ യു ഇൻ ടു സ്പോർട്സ്, നീ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളാണോ, നിന്റെ ഹോബി ആണോ അത്, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കൊക്കെ വായിക്കുന്ന ആളാണോ, നിങ്ങൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആളാണോ, നമ്മൾ എന്തെങ്കിലും ഹോബീസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ഉപയോഗിക്കാം. അടുത്തത് വരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള നമ്മളുടെ ഇൻവോൾവ്മെന്റ് കാണിക്കാനായിട്ട് ആർ യു വോളണ്ടിയറിങ് എനിവർ, നിങ്ങൾ എവിടെയെങ്കിലും സന്നദ്ധ സേവനം നടത്തുന്നുണ്ടോ, ഇപ്പോൾ ഒരു ഇവന്റ് ഒക്കെ വന്നു, ഒരു വലിയ ഇവന്റ്, ഇപ്പോൾ നിങ്ങൾ NSSലോ NCCലൊക്കെ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് വോളണ്ടിയർ ആയിട്ട് പോകേണ്ടി വരും. അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടോ, നീ അവിടെ ഇന്ന പരിപാടിക്ക് നീ വോളണ്ടിയർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യു ആക്റ്റീവ് ഇൻ യുവർ നൈബർഹുഡ് അസോസിയേഷൻ, ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഒരുപാട് അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ബാലസംഘം എന്ന് പറഞ്ഞു അതും ഇതും, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളും ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ നീ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അതിലൊക്കെ നീ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്തും നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ടൈം മാനേജ്മെന്റ്, ആർ യു മീറ്റിംഗ് യുവർ ഡെഡ് ലൈൻസ്, നീ നിന്റെ ഡെഡ് ലൈനിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാറുണ്ടോ, ആ ടൈം ലൈനിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെന്റ് നിനക്ക് നല്ലോണം അറിയോ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആർ യു ഉപയോഗിക്കാം. അടുത്തൊരു എക്സാമ്പിൾ, ആർ യു മാനേജിങ് യുവർ ടൈം വെൽ, നിങ്ങൾ നിങ്ങളുടെ സമയം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടോ, ഒരു ഇവന്റ് വരാൻ പോവാണ് അല്ലെങ്കിൽ ഒരു എക്സാം വരാൻ പോവാണ്, നീ ഉള്ള ടൈം നല്ലോണം വിനിയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ, അല്ലെങ്കിൽ നീ ഉള്ള സമയം നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ അല്ലെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ഒരു ഷോപ്പിങ്ങിനെ കുറിച്ചിട്ട് പറയാണ്. ആർ യു ലുക്കിംഗ് ഫോർ എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ, നമ്മളൊരു കടയിൽ പോയി, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ബോയോ അല്ലെങ്കിൽ ഗേളോ വന്ന് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സാധനമാണോ മാഡം അല്ലെങ്കിൽ സാർ അന്വേഷിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ സാധനമാണോ ഷോപ്പിങ്ങിന് വന്നിട്ട് ഇതാണോ മാം നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിൽ ആർ യു ലുക്കിംഗ് ഫോർ എനിത്തിങ് പെർട്ടിക്കുലർ, നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമാണോ അന്വേഷിക്കുന്നത് എന്ന് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ആർ യു ഉപയോഗിക്കാം. ആർ യു ബൈയിങ് ഗിഫ്റ്റ്സ് ഫോർ ദ ഹോളിഡേയ്സ്, ഹോളിഡേയ്സ് ഒക്കെയാണ് വരുന്നത്,
അതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി നീ എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു ഗ്യാതറിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണോ അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ നീ മേടിച്ച് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവളുടെ ബർത്ത്ഡേ ആണ്, നിങ്ങൾ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ്സ് എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ടുണ്ടോ, ഷോപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആർ യു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് സേഫ്റ്റി. ആർ യു വെയറിംഗ് സീറ്റ് ബെൽറ്റ്സ് വൈൽ ഡ്രൈവിംഗ്? നമ്മൾ സേഫ്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ടോ? സീറ്റ് ബെൽറ്റ് വാഹനം ഓടിക്കുമ്പോൾ ധരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആർ യു ഉപയോഗിക്കാം. ആർ യു യൂസിങ് സൺസ്ക്രീൻ വെൻ യു ഗോ ഔട്ട്സൈഡ്? നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടോ? സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ UV റേസ് ഒക്കെ വരും, നമ്മുടെ സ്കിൻ ഡാമേജ് ആവും. അപ്പോൾ അതും ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ്, സേഫ്റ്റിയുടെ ഭാഗങ്ങൾ വരുന്ന സിറ്റുവേഷൻസിലും നമുക്ക് ആർ യു എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ആർ യു എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് എവിടേക്കാണ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആണെന്ന് വിചാരിക്കുന്നു. ഈ സിറ്റുവേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെ സിറ്റുവേഷൻസിൽ, എങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ആർ യു എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക, എവിടെയാണ് അത് കറക്റ്റായിട്ട് ആപ്റ്റ് ആവുക എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.